ഗുഡ് മോർണിംഗ്. അല്പം മുമ്പ് നമ്മൾ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പ്രക്രിയ തുടരുമ്പോൾ നിർത്തിവെച്ചത് പ്രതിപക്ഷമായ MGP 125 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു എന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ മാറി മറിഞ്ഞ് MGPയുടെ ലീഡ് 114 സീറ്റുകളിൽ മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു. ഭരണമുന്നണിയായ NDA ഇപ്പോൾ 119 സീറ്റുകളിൽ നിൽക്കുന്നു. ആർക്കും ഭൂരിപക്ഷത്തിന്റെ സാഹചര്യം ഇല്ലാത്തവണ്ണം ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ മാറി മറിഞ്ഞു പോകുന്ന ബീഹാറിനെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. 2 മണിക്കൂർ വോട്ടെണ്ണൽ ആരംഭിച്ചിട്ട് പിന്നിടാൻ പോവുകയാണ് ഇനി 3-4 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ. ഈ സാഹചര്യത്തിലാണ് ഇത്രയും വലിയ വ്യത്യാസത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. വോട്ടെണ്ണലിന്റെ ആദ്യഘട്ടത്തിൽ ആദ്യത്തെ 1.5 മണിക്കൂറും വളരെ കൃത്യമായി MGP എന്ന് പറയുന്ന തേജസ്വി യാദവിന്റെയും കോൺഗ്രസിന്റെയും സഖ്യം, കോൺഗ്രസും RJDയും ചേർന്ന സഖ്യം മുന്നോട്ട് പോവുകയായിരുന്നു. കേവല ഭൂരിപക്ഷത്തിൽ എത്തുമെന്ന പ്രതീക്ഷ വയ്ക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെ എളുപ്പത്തിൽ പറയാൻ പറ്റുകയില്ല. 118ഉം 117ഉം എന്നൊരു പത്തിൽ നിൽക്കുന്ന സാഹചര്യമാണ്. NDA ഒരു സീറ്റിനെങ്കിലും ലീഡ് നിലവാരം പുലർത്തുന്നു എന്ന സാഹചര്യമാണ് ഇപ്പോൾ ഈ 2 മണിക്കൂറാകുന്ന സമയത്ത് പ്രകടമാവുന്നത്. BJPയും നിതീഷ് കുമാറും, അതായത് ജനതാദൾ യുണൈറ്റഡും ഇങ്ങനെ ഒരു ലീഡിലേക്ക് വരുമെന്ന് പെട്ടെന്ന് ആരും കരുതിയിരുന്നതല്ല. പക്ഷേ അതിനുള്ള സാഹചര്യത്തിലേക്ക് വരികയും അതിൽ കൂടുതൽ സീറ്റുകളും BJPക്ക് കിട്ടുകയും BJPയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നിതീഷ് കുമാർ വീണ്ടും പിടിച്ചേൽക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നു എന്ന് വേണം വ്യാഖ്യാനിക്കപ്പെടാൻ. മധ്യപ്രദേശിലേക്കൊന്ന് പെട്ടെന്ന് പോയിട്ട് തിരികെ വരാം. BJP 15 സ്ഥലങ്ങളിലും കോൺഗ്രസ് 8 സ്ഥലങ്ങളിലും ലീഡ് ചെയ്യുന്നു എന്നാണ് മധ്യപ്രദേശിലെ സൂചനകൾ പറയുന്നത്. എക്സിറ്റ് പോൾ ഫലമനുസരിച്ച് BJP 17ലും കോൺഗ്രസ് 11ലും ജയിക്കുമെന്ന് വരെ സൂചനകൾ ഉണ്ടായിരുന്നു. അതവിടെ നിൽക്കട്ടെ. നിർണായകമായി നിൽക്കുന്നത് ഇപ്പോൾ ബീഹാർ ആണല്ലോ. ബീഹാറിൽ നിതീഷ് കുമാറിന്റെ ഭരണം ജനങ്ങൾ വെറുക്കുന്നു എന്നെല്ലാവരും പ്രചരിപ്പിക്കുന്ന സാഹചര്യത്തിലും BJPയുടെ മേന്മയിൽ വീണ്ടും അധികാരത്തിലെത്താനുള്ള ശ്രമത്തിലേക്ക് പോകുന്നുവോ എന്ന സംശയം ഉണ്ടാക്കിയിരിക്കുന്നു. 119 സീറ്റിൽ NDA, MGP 116 സീറ്റിൽ. അങ്ങനെ 3ന്റെ വ്യത്യാസത്തിൽ ആരും കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തിയിട്ടില്ലെന്ന മട്ടിൽ ഇപ്പോൾ ഇഞ്ചോടിഞ്ച് ഒരു സസ്പെൻസ് ത്രില്ലർ സിനിമ പോലെ മുന്നോട്ട് പോവുകയാണ്. ഫുട്ബോൾ മത്സരത്തിന്റെ അവസാനത്തെ അരമണിക്കൂറിൽ കാണിക്കുന്ന അവസാന മിനിറ്റുകളിലെ കൗതുകം പോലെ ഇപ്പോൾ 2 മുന്നണികളും ഇഞ്ചോടിഞ്ച് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ മണ്ഡലങ്ങളുടെയും ഫലസൂചനകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ 500 വോട്ടും 700 വോട്ടും ഒക്കെ മാറി മറിയുന്ന സ്ഥലങ്ങളിലെ സൂചനകളാണ് ഇങ്ങനെ ട്രെൻഡിങ്ങിൽ വ്യത്യാസം വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും 116 പ്രതിപക്ഷത്തിനും 119. അങ്ങനെയാണെങ്കിൽ മിക്കവാറുമുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം തെറ്റായിരുന്നു എന്ന രൂപത്തിൽ സൂചിപ്പിക്കേണ്ടി വരും. പല എക്സിറ്റ് പോൾ ഫലങ്ങളും 4 സൂചിപ്പിച്ചിരുന്നത് നല്ല ഭൂരിപക്ഷത്തിൽ MGP സഖ്യം അധികാരത്തിൽ വരുമെന്നായിരുന്നല്ലോ. ഇപ്പോൾ ഏതായാലും ഫോട്ടോ ഫിനിഷിംഗിലേക്ക് നീങ്ങുന്നത് പോലെ നമുക്ക് തോന്നാവുന്ന സാഹചര്യമാണ്. 119 NDA, 116 MGP എന്നിങ്ങനെ നിൽക്കുമ്പോൾ NDA വീണ്ടും മുന്നിലായിരിക്കുന്നു. എത്രയോ നാളുകൾക്കിപ്പുറം ആളുകൾ പ്രതീക്ഷിച്ചതിനപ്പുറമുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. വോട്ടെണ്ണൽ തുടങ്ങി 2 മണിക്കൂർ ആകുന്ന സമയത്ത് കൃത്യം 2 മണിക്കൂർ ഇപ്പോൾ ആകുന്നു. ആദ്യത്തെ 1.5 മണിക്കൂറോളം MGP ലീഡ് ചെയ്തെടുത്ത് ഇപ്പോൾ NDA വീണ്ടും ലീഡ് നിലവാരത്തിലേക്ക് എത്തിയിരിക്കുന്നു. 119ഉം 116ഉം എന്ന മണ്ഡലം നിൽക്കുന്നു. ഇടതു പാർട്ടികൾ മറ്റു പല 7ലധികം മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നു എന്ന വലിയ വ്യത്യസ്തമായ സാഹചര്യം കൂടി വന്നിരിക്കുകയാണ്. നമ്മൾ തിരിച്ചറിയണം. അതാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകതകളിലൊന്ന്. ഇടതു പാർട്ടികൾക്ക് ഒരു മികച്ച സാഹചര്യം ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളതാണ്. അന്തിമ വിധി വരുമ്പോൾ എത്രയൊക്കെ. അതുപോലെ LJP 6 സീറ്റിൽ ലീഡ് ചെയ്യുകയാണിപ്പോൾ. NDA 118ലേക്ക് 1 സീറ്റ് കൂടി ഒന്ന് കുറഞ്ഞിരിക്കുന്നു. 118, 119 എന്നിങ്ങനെ മാറി മറിയുന്നു. 116, 115 എന്നിങ്ങനെ മാറി മറിയുന്നു പ്രതിപക്ഷത്തിന്റെ സാഹചര്യം. ഏതായാലും വളരെ ആവേശം ജനിപ്പിക്കുന്ന, രാഷ്ട്രീയത്തിലൊന്നും താല്പര്യമില്ലാത്തവർക്ക് പോലും ആവേശം സൃഷ്ടിക്കുന്ന. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ലീഡ് നിലവാരം MGPക്ക് അനുകൂലമായി മുന്നോട്ട് കൊണ്ടിരുന്നപ്പോൾ സൂചിപ്പിച്ചത്. നിങ്ങൾക്ക് ഏഷ്യാവിഷന്റെ സമ്മാനം കിട്ടാൻ വേണ്ടി ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ ഇടൂ എന്ന് പറഞ്ഞിരുന്നു. ഏതൊക്കെ പാർട്ടികൾക്ക് എത്രയൊക്കെ സീറ്റുകൾ കിട്ടും
എന്ന കാര്യം നിങ്ങളുടെ അനുഭവത്തിൽ, നിങ്ങളുടെ ചരിത്രത്തിൽ, നിങ്ങളുടെ പരിചയത്തിൽ, നിങ്ങളുടെ നോട്ടത്തിൽ എങ്ങനെ വരുന്നു എന്നുള്ളതറിയാൻ JDU, BJP, RJD, കോൺഗ്രസ് ഈ 4 പ്രധാനപ്പെട്ട പാർട്ടികൾക്കും പിന്നെ ഇടതു പാർട്ടികളും നിർണായക ശക്തിയാണ്. ഇങ്ങനെ 5 കക്ഷികൾക്ക് എത്ര വീതം സീറ്റുകൾ കിട്ടാൻ സാധ്യത എന്ന് നിങ്ങളുടെ മനസ്സ് പറയുന്നു എന്ന കാര്യം കമന്റ് ബോക്സിൽ ഇടാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. ഒരുപാട് പേർ സൂചന നൽകിയിട്ടുണ്ട്. ആര് ജയിക്കും എന്നുള്ളതല്ല പ്രധാനം എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. കാരണം ആ സമയത്ത് അങ്ങനെ ആയിരുന്നില്ല. ലീഡ് നിലവാരം ഇങ്ങനെ മാറി മറിഞ്ഞ് പ്രശ്നങ്ങളാകുമെന്ന് ആരും വിചാരിക്കാത്ത വിധം മുന്നോട്ട് പോവുകയായിരുന്നു. ഇപ്പോഴിതാ 119 കേവല ഭൂരിപക്ഷത്തിന് NDAക്ക് 3 സീറ്റുകൾ കിട്ടിയാൽ മതി. അത് മറ്റുള്ളവരുടെ സഖ്യത്തിൽ നിന്ന് എടുക്കാൻ തക്ക ശേഷിയിലേക്ക് BJPക്കോ JDUവിനോ പോകാൻ പറ്റും എന്ന് രാഷ്ട്രീയം അറിയാവുന്ന എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും. 119, 116 ഇതാണ് ഇപ്പോൾ നിൽക്കുന്ന കക്ഷിനില. 119, 116 എന്ന രൂപത്തിൽ നിൽക്കുന്നു. ഇതിൽ ഈ സമവാക്യം എപ്പോൾ ബ്രേക്ക് ആവും എന്നുള്ളത് നോക്കി നിൽക്കുന്നു. 119 സീറ്റുകൾ എന്ന് പറയുമ്പോൾ 3 സീറ്റുകളുടെ കുറവാണ് കിടക്കുന്നത്. 116 എന്ന് പറയുന്നത് ഇടതു പാർട്ടികളുടെ കൂടെ ചേർത്ത് വെച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. BJPക്ക് 61ഉം JDUവിന് 50ഉം സീറ്റുകൾ കിട്ടിയിട്ടുണ്ട്. അതേസമയം LJPയുടെ 6 സീറ്റുകൾ വളരെ സുപ്രധാനമായി മാറിയിരിക്കുകയാണ്. LJPയുടെ 6 സീറ്റുകൾ BJP ഇങ്ങനെ ലീഡ് പിടിച്ച് തിരിച്ചു വരും എന്ന കാര്യം വിചാരിച്ചതല്ല. 119, 116 എന്ന രൂപത്തിൽ നിലകൊള്ളുകയാണ്. 50 BJPക്ക്, 61 സീറ്റുകളും, ഒപ്പം നിൽക്കുന്ന നിതീഷ് കുമാറിന് 50 സീറ്റുകളും, LJPക്ക് 6 സീറ്റും കിട്ടുന്നു എന്ന ധാരണയിലാണ് അവസാനത്തെ ലീഡ് നിലവാരം മുന്നോട്ട് പോകുന്നത്. അതനുസരിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് പറയാം BJPക്ക് എത്ര സീറ്റ് കിട്ടാം. കൂടെ നിൽക്കുന്ന ജനതാദൾ യുണൈറ്റഡ് എത്ര കിട്ടാം, പ്രതിപക്ഷത്തുള്ള RJD, തേജസ്വി യാദവിന്റെ RJDക്ക് എത്ര കിട്ടാം, കോൺഗ്രസിന് എത്ര കിട്ടാം, ഇടതു പാർട്ടികൾക്ക് എത്രയാകാം എന്നിങ്ങനെ ഈ ഫോട്ടോ ഫിനിഷിംഗിലേക്ക് നീങ്ങുന്ന സമയത്തും നിങ്ങൾക്ക് പറയാം, കമന്റ് ബോക്സിൽ ഇടാം. അതിൽ ഏതാണ്ട് ഒത്തുവരുന്നവർക്ക് ഒരാൾക്ക് ഏഷ്യാവിഷന്റെ ഒരു സമ്മാനം ഉണ്ടായിരിക്കും എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. RJD 91ഉം കോൺഗ്രസ് 23ഉം. 91, 23 എന്ന രൂപത്തിലാണ് കോൺഗ്രസിന്റെയും RJDയുടെയും കോൺഗ്രസിന്റെയും കണക്കുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഇടതു പാർട്ടികളുടെ നിലപാട് ഏതായാലും കോൺഗ്രസിന്റെയും RJDയുടെയും ഒപ്പമാണെന്ന്, ആ സഖ്യകക്ഷിയാണെന്ന് എല്ലാവർക്കും അറിയാം. അതാണ് മഹാസഖ്യം എന്ന് പേരിട്ട് വിളിച്ചിരിക്കുന്ന MGB നമുക്ക് നൽകുന്ന സന്ദേശം. അതേസമയം 61ഉം 50ഉം നേടി നിൽക്കുന്ന 111ലായി നിൽക്കുന്ന LJPയുടെ 6 സീറ്റുകൾ കൂടി ചേരുമ്പോൾ 117ഉം 119ഉം ഒക്കെയായി മാറാൻ സാധ്യതയുള്ള NDA സഖ്യം ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നു എന്ന് തന്നെയാണ് സാഹചര്യം. മത്സരം ഇതിനപ്പുറം മുറുകുന്ന ഒരു സാഹചര്യം ബീഹാർ കണ്ടിട്ടില്ല. ഇനിയുള്ള പല വിധത്തിലും നേരത്തെ കോൺഗ്രസ് അന്ന് ഭയപ്പെട്ട് പറഞ്ഞതുപോലെ രാഷ്ട്രീയ അന്തരീക്ഷം ആ ഇലക്ഷന്റെ കൗണ്ടിംഗ് കഴിയുമ്പോൾ തന്നെ ഒരു കുതിരക്കച്ചവടത്തിന് വിധേയമാകുമോ എന്ന് നിങ്ങൾ സംശയിക്കുന്നു എന്ന് ഇന്നലെയും പറഞ്ഞിരുന്നു. അത്തരമൊരു ഇടതു പാർട്ടികൾക്ക് 11 സീറ്റുകളാണ് ഇപ്പോൾ ലീഡ് നിലവാരം കിടക്കുന്നത്. മഹാസഖ്യം അങ്ങനെ 118ലേക്ക് ഉയർന്നിരിക്കുന്നു. 118 കൂടിച്ചേരാൻ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് സംശയം. അതേസമയം 119 നിൽക്കുന്ന NDAക്ക് കൂടിച്ചേരാൻ മറ്റു പലരെയും കിട്ടാവുന്ന സാഹചര്യവും നിൽക്കുന്നു എന്ന വളരെയധികം വൈരുദ്ധ്യം നിറഞ്ഞൊരു സമീപനമുണ്ട്. 3 പാർട്ടികൾക്കും കൂടി ഇടതു പാർട്ടികളുടെ 11 സീറ്റും കൂടി ചേർന്നാൽ തന്നെ വരാവുന്ന 118 സീറ്റുകളാണ്. ഭൂരിപക്ഷത്തിൽ നിന്ന് 4 സീറ്റിന്റെ പിറകിലാണ്. NDA സഖ്യം 119ലാണ്. ഭൂരിപക്ഷത്തിന് 3 സീറ്റിന് പിറകിലാണ്. കിട്ടാൻ സാധ്യതകൾ ഉള്ള സാഹചര്യം നിലനിൽക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഉദ്വേഗജനകമായ നാളിതുവരെ ഇന്ത്യൻ ജനാധിപത്യം ഇങ്ങനെ 2 മണിക്കൂർ കഴിയുമ്പോൾ കിട്ടാവുന്ന ഇത്രയും നെക്ക് ടു നെക്ക് എന്ന് പറയാവുന്ന ഇഞ്ചോടിഞ്ച് പോരാട്ടം വളരെ അസാധാരണമായിട്ടാണ് പ്രകടമാവുന്നത്. അതാണ് ഇപ്പോൾ ബീഹാറിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ 11 സ്റ്റേറ്റുകളിലായിട്ട് പല വിധത്തിലുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുകയാണ്. അതിൽ മധ്യപ്രദേശ് വളരെ പ്രധാനപ്പെട്ടതാണ്. BJP ലീഡ് ചെയ്യുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് മധ്യപ്രദേശിൽ നിന്നും.
NDA കഴിഞ്ഞ 3/4 മണിക്കൂറായി മാറിയും തിരിഞ്ഞും മുന്നിലേക്ക് വന്നു നിൽക്കുന്ന സാഹചര്യം. BJPയുടെ മേന്മയിലാണ് JDU BJP സഖ്യം മുന്നോട്ട് പോകുന്നത് എന്ന കാര്യം ഇതൊക്കെ പ്രകടമായിരിക്കുകയാണ്. 120-ലെത്തിയിരിക്കുന്നു NDA. ഇപ്പോൾ 120-ന് 2 സീറ്റുകൾ മാത്രം. അതാരിൽ നിന്ന് മടങ്ങി വന്നു എന്ന് വെച്ചാൽ MGP സഖ്യത്തിൽ നിന്ന് തന്നെയാണ് ഇങ്ങോട്ട് മാറിയിരിക്കുന്നത്. 113 കുറഞ്ഞിരിക്കുന്നു. മഹാസഖ്യം ഇപ്പോൾ 116 കുറഞ്ഞിരിക്കുന്നു. 120 ഉയർന്നിരിക്കുന്നു. NDA സഖ്യം 2 സീറ്റുകൾ കൂടി ഉറപ്പിച്ചു വെച്ചാൽ NDAക്ക് ഭരണം നിലനിർത്താൻ പറ്റും എന്നതാണ്. പക്ഷേ ആഭ്യന്തര സമവാക്യത്തിൽ മാറിമറിയാവുന്ന സാഹചര്യം ഇപ്പോഴും നിൽപ്പുണ്ട്. NDA അധികാരത്തിൽ വരാനുള്ള സാധ്യത എത്തിയെങ്കിലും ഇപ്പോൾ പ്രകടമായിരിക്കുന്ന അവസ്ഥ നിതീഷ് കുമാർ പ്രഭാവം ഇല്ലാതായിരിക്കുന്നു. മറിച്ച് മോദി ഫാക്ടർ എന്നുള്ളതാണ് അവിടെ തരംഗമായിരിക്കുന്നത്. അതാണ് അവസാന 2 ഘട്ടങ്ങളിലും പലയിടങ്ങളിൽ നിന്ന് നിതീഷ് കുമാറിന്റെ ഫോട്ടോ ഇളക്കി മാറ്റി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം പതിപ്പിച്ചുകൊണ്ടാണ് BJP NDA സഖ്യം അവിടെ പ്രവർത്തിച്ചത്. അതിന്റെ മാറ്റമാണോ പ്രകടമായിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ നിരീക്ഷിക്കേണ്ട വിഷയം. 120, 113 എന്ന രൂപത്തിലേക്ക് മാറി മറിഞ്ഞു വന്നിരിക്കുന്നു. ഇനി ലീഡ് നിലവാരം എത്ര വേഗതയിൽ മാറും എന്നുള്ളതൊന്നും അറിയാൻ വയ്യ. 2 മണിക്കൂർ കഴിഞ്ഞ് 6 മിനിറ്റും പിന്നിടുമ്പോഴാണ് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. നേരത്തെ നമ്മൾ ഒന്നാമത്തെ ലൈവിൽ 1.5 മണിക്കൂർ കഴിഞ്ഞ് നിർത്തിപ്പോകുമ്പോൾ 125 സീറ്റിൽ നിന്നിരുന്ന പ്രതിപക്ഷ സഖ്യം ഇപ്പോൾ 113ലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. അപ്പോൾ താഴ്ന്നു നിന്നിരുന്ന NDA 120ലേക്ക് ഉയർന്നിരിക്കുന്നു എന്നതാണ് ഈ പുതിയ ചിത്രത്തിൽ വ്യക്തമാകുന്നത്. ഏതായാലും എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ ചിത്രങ്ങൾ 2015 സംഭവിച്ചതുപോലെ 2020 ആവർത്തിക്കപ്പെടുമോ? വലിയ മാറ്റം വരുമോ? ഇങ്ങനെ ഇഞ്ചോടിഞ്ച് നീങ്ങുമ്പോൾ, അതേസമയം മറ്റ് സ്പെക്ടപ്പിളിലേക്ക് പോയാൽ NDA നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ചില സീറ്റുകൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, ചിലയിടത്ത് കിട്ടിയിട്ടുണ്ട്. MGPക്ക് നേട്ടം തന്നെയാണ്. 113 സീറ്റിന്റെ കാര്യം പറഞ്ഞാലും അതിൽ 2-3 സീറ്റുകൾ കൂടുതലായിട്ട് കിട്ടിയിരിക്കുന്നതാണ്. LJP 10 ഇടങ്ങളിലാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. ഇടതുപക്ഷ പാർട്ടികളും മറ്റുള്ളവരും ചേർന്ന് 9 ഇടങ്ങളിൽ ലീഡ് ചെയ്യുന്നു. ഇങ്ങനെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പുതിയ സമവാക്യങ്ങളുടെ ചെറിയ സൂചനകൾ. അതേസമയം ഇതുവരെ വന്ന ട്രെൻഡ് അനുസരിച്ചിട്ട് സൂചിപ്പിക്കേണ്ടുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ബീഹാറിൽ വലിയ സ്വീകാര്യത ഉണ്ടായിരിക്കുന്നു. ആന്റി ഇൻകംബന്റ് ഫാക്ടർ എന്ന് പറയുന്ന നിതീഷ് കുമാറിനെതിരായ വികാരം പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യം കൊണ്ട് മാറിയിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, പ്രതിപക്ഷ നേതൃനിരയിൽ നിന്ന് തേജസ്വി യാദവ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കുന്ന വിധത്തിലേക്ക് ഉയർന്നു വന്നിരിക്കുന്നു. ഈ 2 ഘടകങ്ങളും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ വ്യക്തിപ്രഭാവത്തിന് യാതൊരു മംഗലും സംഭവിച്ചിട്ടില്ല എന്ന് ബീഹാറിന്റെ ട്രെൻഡ് സൂചിപ്പിക്കുന്നു. തേജസ്വി യാദവിന്റെ ഇടപെടലിന് അതിഗംഭീരമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശേഷിയുണ്ടെന്ന് ജനങ്ങൾ വിധിയെഴുതുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഈ ഇഞ്ചോടിഞ്ച് എന്നതിന്റെ മലയാളം. അതാണ് ഫോട്ടോ ഫിനിഷ് എന്നതിന്റെ മലയാളം. അതാണ് ആർക്കാണ് ഭൂരിപക്ഷമെന്ന് പ്രവചിക്കാൻ പറ്റാത്ത വിധം ഈ 2 മണിക്കൂറും 10 മിനിറ്റും കഴിയുമ്പോഴും മുന്നോട്ട് പോകുന്നതിന്റെ മലയാളം. അതനുസരിച്ചിട്ടാണ് എല്ലാവരും ഇപ്പോൾ അങ്ങ് ബീഹാറിലാണ് എന്നൊന്നും നോക്കാതെ ഇതിൽ ശ്രദ്ധ വയ്ക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ NDAയുടെ 119 120 ഒന്ന് താഴ്ന്നിട്ടുണ്ട്. MGP 113 നിന്ന് 114 മറ്റുള്ളവർ 10 സീറ്റുകളിലും എങ്ങനെ ലീഡ് ചെയ്യുകയാണ്. JDU, BJP, VIP, HAM ഈ പാർട്ടികൾ ചേരുന്ന 4 പാർട്ടി സഖ്യമാണ് NDA ഈ 119 സീറ്റുകളിൽ നിൽക്കുന്നത്. ഇനിയിപ്പോൾ എല്ലാവർക്കും ചാക്കിട്ട് പിടിക്കാൻ നോക്കി നടക്കാൻ വേണ്ടിയുള്ള LJPയുടെ സ്ഥാനാർത്ഥികൾ നിന്നുകൊടുക്കുമോ എന്നുള്ളത് ചർച്ച ചെയ്യേണ്ടുന്ന വിഷയമാണ്. വീണ്ടും NDAക്ക് 1 സീറ്റ് കുറയുകയും MGPക്ക് 1 സീറ്റ് കൂടുകയും ചെയ്തുകൊണ്ട് വ്യത്യാസം 3 മാത്രമായി ഇപ്പോൾ നിൽക്കുകയാണ്. 118ഉം 115ഉം. ഇതിങ്ങനെ കുറെ നേരം ഈ ഒരു നമ്മളെയൊക്കെ മാനസിക സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടിയുള്ള സാഹചര്യം ഉണ്ടാകും. തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത അതാണ് ജനാധിപത്യത്തിന്റെ സവിശേഷത. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുമ്പോഴാണ് നമ്മുടെ രാഷ്ട്രീയത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾ, ജനമനസ്സിന്റെ ആ ഒരു വികാരം, ആ ഒരു വേരിയേറ്റം എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ തക്ക ആരുമില്ല എന്ന് പ്രവചിക്കാൻ പറ്റുന്ന സാഹചര്യമാണ് ഇത്തരം സന്ദർഭങ്ങൾ. RJD 79ഉം കോൺഗ്രസ് 22ഉം. കോൺഗ്രസിന് കുറച്ചുകൂടി നില മെച്ചപ്പെടുത്താൻ പറ്റുന്ന ഒരു പ്രവർത്തനം നടത്തിയിരുന്നെങ്കിൽ
ഈ ഒരു കൺഫ്യൂഷൻ ഈ സെക്കൻഡിൽ ഉണ്ടാകുമായിരുന്നില്ല എന്ന കാര്യം കൂടി നമ്മളൊന്ന് ആലോചിക്കണം, തിരിച്ചറിയണം. ഇപ്പോൾ 115, 118 എന്ന രൂപത്തിൽ തന്നെ നിൽക്കുന്നു. 3 സീറ്റുകളുടെ വ്യത്യാസത്തിലാണ് നിൽക്കുന്നത്. NDAക്ക് അധികാരത്തിൽ എത്തണമെങ്കിൽ ട്രെൻഡിൽ ഇനി 4 സീറ്റുകൾ കൂടി വേണം. അത് കിട്ടാവുന്ന മാർഗങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിലേക്കാണ് ഇതിന്റെ ഫിനിഷിംഗ് എത്തിക്കൊണ്ടിരിക്കുന്നത്. MGPക്ക് ഈ 3 പാർട്ടികളും പ്രസ്ഥാനങ്ങളും ചേർന്നിട്ടാണ് 115 ഇടതുപക്ഷ പാർട്ടികളുടെ ഒരു 10-11 സീറ്റുകളിലേക്കുള്ള വളർച്ച എന്ന് പറയുന്നത് നിർണായകമായി മാറുകയാണ് ഈ ബീഹാർ തെരഞ്ഞെടുപ്പിൽ. മറ്റുള്ളവർ 10 മണ്ഡലങ്ങളിൽ ഇങ്ങനെ നിൽക്കുന്നു. 118, 115, 118, 115, NDA 118, MGP 115. ഇത് നേരത്തെ പറഞ്ഞിരുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ വ്യക്തമായി സൂചിപ്പിച്ചിരുന്ന പോളിന് വിരുദ്ധമാണ്. കാരണം പലരും പറഞ്ഞിരുന്നത് ബഹുഭൂരിപക്ഷം സീറ്റുകളും നേടിയിട്ട് 122 അപ്പുറം പോയിട്ട് MGP അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ്. പിന്നെ എല്ലാവരും സൗകര്യത്തിന് വേണ്ടി ഒരു ബ്രാക്കറ്റ് ഇടും. ഇത്ര മുതൽ ഇത്ര വരെ, 98 മുതൽ 130 വരെ. ഇങ്ങനെ ഇടുമ്പോൾ എവിടെയും വെച്ച് രക്ഷപ്പെടാമല്ലോ. 95 വരുന്നതെങ്കിൽ പറയാം, ഞങ്ങൾ പറഞ്ഞതിൽ നിന്ന് 3 സീറ്റല്ലേ വ്യത്യാസം വന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളുടെ ശാസ്ത്രീയമായിട്ടുള്ള മാനദണ്ഡം പലപ്പോഴും ശരിയാകുന്നു, പലപ്പോൾ ശരിയാകുന്നില്ല. പക്ഷേ ശാസ്ത്രീയമായ മാനദണ്ഡം എല്ലാം തിരിച്ചറിയണം. ഒരു 20 കോടി വോട്ടർമാരുണ്ടെങ്കിൽ അതിൽ 2000 പേരുടെ മാത്രം കാര്യം സ്വീകരിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു പൊതു നിഗമനത്തിൽ എത്താൻ പറ്റുക? അപ്പോൾ പൊതുവെയുള്ളൊരു ട്രെൻഡ് അനുസരിച്ചിട്ട് നമുക്ക് സൂചിപ്പിക്കാൻ പറ്റും ഇങ്ങനെയൊക്കെ സംഭവിക്കാമെന്നത്. അതിന് ഈ സർവേയുടെ അടിത്തറയിലാകണമെന്നില്ല എന്നതുകൂടി സൂചിപ്പിക്കാൻ ഈ സമയം ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോൾ 121 ആയിരിക്കുന്നു, 121 NDA. ഈ ട്രെൻഡാണ് അന്തിമ ട്രെൻഡായി പോകുന്നതെങ്കിൽ അങ്ങനെയുള്ള സൂചനയിലേക്കാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ഓരോ മിനിറ്റിന് കഴിയുന്തോറും കിട്ടുന്ന ലീഡുകൾക്ക് സ്ഥിര സ്വഭാവം ഉണ്ടായിരിക്കുമെന്നതാണ് പൊതു തെരഞ്ഞെടുപ്പുകളുടെ രീതി. 121, 113. 1 മണിക്കൂർ മുമ്പ് കണ്ടതുപോലല്ല ഇപ്പോഴത്തെ ചിത്രം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സൂചിപ്പിക്കുന്നു. അടുത്ത ട്രെൻഡിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ സഹകാരികളായി നിങ്ങൾ ഈ ചിത്രങ്ങളിൽ കാണുന്ന ലുലു എക്സ്ചേഞ്ച്, ലുലു മണി, ICL ഫിൻകോർപ്പ്, ഒപ്പം കല്യാൺ ജുവലേഴ്സ്, പിന്നെ ഒരുപാട് പുതുമകൾ സമ്മാനിച്ചുകൊണ്ട് 1450 ദിർഹത്തിന് ട്രേഡർ വിസ, ട്രേഡർ എന്ന് പറയുന്ന ലൈസൻസ് നൽകുന്ന, വിസ ഇല്ലാത്തതാണ്, ട്രേഡർ ലൈസൻസ് നൽകുന്ന ECH എന്ന പ്രസ്ഥാനം അൽത്വാർ സെന്റർ. ഇതൊക്കെ ഞങ്ങളൊന്ന് ഓർമ്മിക്കുകയാണ് നന്ദിപൂർവ്വം. 121, 113 MGP 113 മണ്ഡലങ്ങളിൽ, മറ്റുള്ളവർ 9 മണ്ഡലങ്ങളിൽ, 121 NDA സഖ്യം ഇനി 1 സീറ്റിന്റെ വ്യത്യാസത്തിൽ മാത്രമാണ് ഭൂരിപക്ഷം അകലെ എന്ന മട്ടിൽ NDA നിൽക്കുന്നത്. മധ്യപ്രദേശിൽ ഇപ്പോൾ 15 ഇടങ്ങളിൽ BJP ലീഡ് ചെയ്യുന്നുണ്ട്. ബീഹാറിൽ കേവല ഭൂരിപക്ഷത്തിന്റെ തൊട്ടടുത്ത് നിൽക്കുന്നു. അതേസമയം LJP 7 മണ്ഡലങ്ങളുമായി നിൽക്കുന്നത് NDA എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിന്റെ അടുത്ത് നമുക്ക് ആലോചിക്കാവുന്ന വിഷയമാണ്. MGPയുമായി സഖ്യമുണ്ടാക്കുമോ, അതല്ല NDAയുമായി എല്ലാവരും പറഞ്ഞിരിക്കുന്നത് പോലെ സഖ്യമുണ്ടാക്കുമോ എന്ന രൂപത്തിലാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് അന്തിമ റിപ്പോർട്ട് പ്രവചിക്കാം. കമന്റ് ബോക്സിൽ ഇടൂ. ഏഷ്യാവിഷന്റെ സമ്മാനം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാൾക്ക് കൃത്യമായിട്ട് പ്രവചിക്കാനൊന്നും ആർക്കും പറ്റില്ലല്ലോ. പക്ഷേ JDU 51 സീറ്റ്, അത് ചിലപ്പോൾ ചില ആളുകൾ പറയുക 50 ആയിരിക്കാം, അല്ലെങ്കിൽ 52 ആയിരിക്കാം, 56 ആയിരിക്കാം. ഏറ്റവും തൊട്ടടുത്ത് ആര് പ്രവചിക്കുന്നോ അങ്ങനെയുള്ളവർക്ക് ഇനിയും അന്തിമ തീരുമാനം മാറി മറിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ NDA കേവല ഭൂരിപക്ഷം നേടിയിരിക്കുന്നു എന്ന അർത്ഥത്തിലുള്ള റിപ്പോർട്ടിലേക്ക് പോയിരിക്കുകയാണ്. 123 ലീഡ്, 123 ലീഡിലേക്ക് NDA സഖ്യം തങ്ങളുടെ സഖ്യകക്ഷിയായ VIPയെയും HAMനെയും കൊണ്ടുകൂടി JDUവും BJPയും എല്ലാവരും ചേർന്ന് NDA സഖ്യം 123-ൽ 111-ൽ തളയ്ക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ബീഹാറിന്റെ പ്രതിപക്ഷമായ MGP. കേവല ഭൂരിപക്ഷം നേടാൻ 122 അത് 123 ആയിരിക്കുന്നു. MGP 111-ൽ തളയ്ക്കപ്പെട്ടിരിക്കുന്നു. മറ്റുള്ളവർ 9 സീറ്റുകൾ നിൽക്കുന്നു. LJP മറ്റുള്ളവർ 9 സീറ്റുകളിൽ. MGP ഇപ്പോൾ നിൽക്കുന്നത് 111 സീറ്റിൽ മാത്രമാണ്. ഈ ട്രെൻഡ് ഇനിയും ഒരു 10-15 മിനിറ്റ് കൂടി മുന്നോട്ട് ഇതുപോലെ പോവുകയാണെങ്കിൽ NDA
വീണ്ടും ഭരണമുറപ്പിക്കുന്നു ബീഹാറിൽ. മുഖ്യമന്ത്രി നിതീഷ് കുമാർ ആയിരിക്കുമോ അതോ BJPക്ക് കൊടുക്കുമോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയമാണ്. ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മാത്രം BJPയെ കൊണ്ടുവരുമോ? ഇപ്പോഴത്തെ പുതിയ ജനഹിത പരിശോധനയിൽ നിതീഷ് കുമാറിന് അനുകൂലമായിട്ടല്ല, മറിച്ച് BJPയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടപെട്ടതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് എന്നത് വ്യക്തമായിരിക്കുന്ന സാഹചര്യത്തിൽ യാതൊരു സംശയവുമില്ലാത്ത വിധം BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അർഹിക്കുന്ന പദവിയിലേക്ക് നീങ്ങുന്നു എന്നാണ് 123 സൂചിപ്പിക്കുന്നത്. വിചാരിച്ചിരുന്നതുപോലെ ഒരു സീറ്റിന്റെ മത്സരിക്കാനുള്ള അവകാശം അധികം കൊടുത്തുകൊണ്ടാണ് BJP രാഷ്ട്രീയപരമായി ജനതാദൾ യുണൈറ്റഡിനെ സ്വീകരിച്ചത്. ഞങ്ങളുടെ മൂത്ത സഹോദരനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ നിതീഷ് കുമാറിനെ കുറിച്ച് മുഖ്യമന്ത്രിയെ കുറിച്ച് പ്രധാനമന്ത്രി പറഞ്ഞതും. പക്ഷേ BJP പ്രകടിപ്പിച്ച തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ആ ട്രെൻഡിന്റെ അടുത്ത് നിൽക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ നിതീഷ് കുമാറിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇത് ബോധ്യമാക്കുന്നത്. 123 നിൽക്കുന്നു ഇപ്പോൾ. അതേസമയം ദേശീയ അടിസ്ഥാനത്തിലെ മറ്റു ചില കണക്കുകൾ പറയുന്നത് ഇപ്പോഴും അങ്ങനെ വ്യക്തമായി പറയാറായിട്ടില്ല. ട്രെൻഡുകൾ മറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ്. 125 എത്തിയിരിക്കുന്നു. 125 NDA, 109 എന്ന രൂപത്തിൽ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് MGP. ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ NDA ഭൂരിപക്ഷം കഴിഞ്ഞ് ഇപ്പോൾ 2-3 സീറ്റുകളുടെയും കൂടി ലീഡിലേക്ക് എത്തിയിരിക്കുകയാണ്. എങ്കിലും ട്രെൻഡുകൾ മറിഞ്ഞു വന്നുകൊണ്ടിരിക്കാനുള്ള സാധ്യത ഇനി 10 മുതൽ 20% വരെയാണെന്നാണ് തെരഞ്ഞെടുപ്പിന്റെ 2.5-3 മണിക്കൂർ കഴിയുമ്പോൾ സ്വാഭാവികമായി ഇന്ത്യ മൊത്തം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ കാര്യത്തിൽ വന്നിരിക്കുന്നത്. 10 മുതൽ 20% വരെയൊക്കെ ട്രെൻഡ് മറിയാം 2 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള മുന്നോട്ട് പോക്കിൽ. ആ ശതമാനം കഴിഞ്ഞ കുറച്ചു നേരമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. 125 സീറ്റുകളിൽ ഇപ്പോൾ NDA BJPയും നിതീഷ് കുമാറും ചേരുന്ന NDA ലീഡ് ചെയ്യുകയാണ്. 109 സീറ്റിലായി തേജസ്വി യാദവിന്റെയും കോൺഗ്രസിന്റെയും പ്രസ്ഥാനം MGP മാറിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇടത് പാർട്ടികൾ ശക്തമായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോക്കിന്റെ സൂചനയും നൽകിയിട്ടുണ്ട് എന്നുള്ളത് കൂടി ഈ തെരഞ്ഞെടുപ്പിൽ എടുത്തു പറയേണ്ട വിഷയമാണ്. കേന്ദ്രത്തിന്റെ പ്രശ്നങ്ങളൊന്നുമല്ല, തികച്ചും പ്രാദേശികമായിട്ടുള്ള വികസന വിഷയങ്ങൾ കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇത്തവണ വന്ന് സംസാരിച്ചത്. തേജസ്വി യാദവിനെ വ്യക്തിപരമായി തന്നെ ഒരുപക്ഷെ ഒന്ന് കടന്നാക്രമിക്കുന്ന വിധത്തിൽ പ്രധാനമന്ത്രി സംസാരിച്ചിട്ടുണ്ട്. പല ചെറുപ്പക്കാരും ഇങ്ങനെ വന്നു പോകുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന ഘടകം ബീഹാറിൽ അവസാനഘട്ട തെരഞ്ഞെടുപ്പിൽ സജീവമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. 125-ും 109 സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ്. ഒരുപക്ഷെ ഒന്നാം ഘട്ടത്തിൽ ഉണ്ടായതിനേക്കാൾ ശക്തമായി 2-ലും 3-ലും BJPയുടെ പ്രചാരണ ശക്തി ഫലപ്രദമായിട്ട് വന്നിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ RJD 75-ഉം കോൺഗ്രസ് 25-ഉം ഇടതു പാർട്ടികൾ 13-ഉം എന്ന രൂപത്തിൽ നിലകൊള്ളുമ്പോഴും 109 സീറ്റിലേ എത്തിയിട്ടുള്ളൂ MGP എന്നതാണ് മനസ്സിലാക്കാനുള്ളത്. ഇടതു പാർട്ടികൾക്ക് 13 സീറ്റിൽ മേൽക്കൈ നേടാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായെങ്കിൽ അത് ദേശീയ അടിസ്ഥാനത്തിൽ ഇടതു പാർട്ടികൾക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളതിന്റെ സൂചന കൂടിയാണ്. കോൺഗ്രസ് 21 ഉള്ളൂ, ഇടതു പാർട്ടികൾക്ക് 13 ഉണ്ട്. ബീഹാറിൽ RJDക്ക് 75 ഉണ്ട്. തേജസ്വി യാദവിന്റെ വ്യക്തിപ്രഭാവമാണ് ഈ 75 സീറ്റിൽ എത്തിച്ചിരിക്കുന്നത്. അതേസമയം JDU 51-ഉം BJP 67-ഉം VIP 5-ഉം HAM 2-ഉം പിന്നെ നേരത്തെ പറഞ്ഞ LJP 6 സീറ്റിലും ഇപ്പോൾ ലീഡ് ചെയ്യുകയാണ്. NDAയുടെ മുന്നേറ്റമുണ്ട്. ഇതാരും ഇങ്ങനെ ഇത്ര കൃത്യമായി പറഞ്ഞതല്ല. ഈ തെരഞ്ഞെടുപ്പ് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം അവർക്ക് റിപ്പബ്ലിക്കൻ പാർട്ടി എപ്പോഴും അർണബ് ഗോസ്വാമി ആർക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി എങ്ങനെയൊക്കെയാണ് അദ്ദേഹം ഇടപെട്ടതെന്നുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹം പോലും അദ്ദേഹത്തിന്റെ ചാനൽ പോലും സർവേ നടത്തി പറഞ്ഞത് NDA സഖ്യം തോറ്റുപോകുമെന്നാണ്. അതല്ല സംഭവിച്ചിരിക്കുന്നത്. കൂടെ നിൽക്കുന്ന ആൾക്ക് പോലും രാപ്പനി അറിയാൻ പറ്റുന്നില്ല എന്ന് ആ ഒരൊറ്റ ഉദാഹരണം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. അർണബ് ഗോസ്വാമി ഇപ്പോൾ ജയിലിലാണ്. BJP മന്ത്രിമാരും BJP നേതാക്കന്മാരും ഒക്കെ ഇടപെട്ട് റിലീസാക്കണമെന്ന് പറഞ്ഞിട്ടും
നടക്കാതെ കോടതി നിയമം അതിൻ്റെ വഴിക്ക് പോകുന്നു. ഇനി ഒരുപക്ഷെ 3-4 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അന്തിമ വിധി വരിക. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ജാമ്യം തള്ളിക്കളഞ്ഞു. ചെറിയ കോടതിയിലേക്ക് പോകൂ, കീഴ്ക്കോടതിയിലേക്ക് പോകൂ എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിട്ടിരിക്കുന്നു. ആത്മഹത്യ പ്രേരണ കുറ്റമാണ്. 2 ആത്മഹത്യകളുടെ പിറകിൽ അർണബ് ഗോസ്വാമിയാണ് എന്ന രൂപത്തിലാണ് കേസ് വന്നിരിക്കുന്നത്. 109ഉം 125ഉം എന്ന് തുടർന്നു പോവുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ 7 മിനിറ്റായി മാറി മറിയുന്നില്ല. 125ൽ മുന്നോട്ട് പോകുന്നു NDA, 109ൽ കിടക്കുന്നു MGB. മറ്റുള്ളവർ 9 സീറ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കാനുണ്ട്. ഇനിയിപ്പോൾ മറ്റുള്ളവരുടെ ഒരു സ്വീകാര്യത, അവരുടെ മുന്നിൽ പോയിട്ട് വാഗ്ദാനം കൊടുക്കേണ്ടത്, കുതിരക്കച്ചവടം നടത്തണമെന്നൊക്കെ പറയുന്ന രീതി, അതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത വിധം ഇപ്പോൾ നിൽക്കുന്ന NDAക്ക് സുരക്ഷിതമായി അധികാരത്തിൽ തുടരാൻ പറ്റുമെന്ന രൂപത്തിലാണ് ഇപ്പോൾ ഈ ഒരു 2.5 മണിക്കൂർ പിന്നിടുന്ന സമയത്ത്, 2.5 മണിക്കൂർ ആകാൻ പോവുകയാണ് പിന്നിടുന്ന സമയത്ത് ഇനിയുള്ള ട്രെൻഡ് അങ്ങനെ തന്നെ പോവുകയും ചെറിയ മാറ്റങ്ങൾ മാത്രം, ഒരു വളരെ ചെറിയ ശതമാനം മാത്രം മാറുകയും ചെയ്യുന്ന രീതിയാണ് ഉണ്ടാവുക. ഇപ്പോൾ ഒരു സീറ്റിൽ മാറ്റം വന്നിരിക്കുന്നു. 124 കുറഞ്ഞു. എങ്കിലും 122 മുകളിലല്ലേ? 122 ആണല്ലോ വേണ്ടത്. 112 MGB ഒന്ന് ഉയർത്തിയിട്ടുണ്ട്. ഇങ്ങനെ ആയിരുന്നില്ല കണ്ടത്. നമ്മൾ 1ാം ഭാഗത്തിലെ ലൈവ് അവസാനിപ്പിക്കുമ്പോൾ 125ൽ ഭദ്രമായി നിൽക്കുന്നു എന്ന് പറഞ്ഞ ആ ഒരു പൊസിഷൻ താഴേക്കിറങ്ങി വരികയും ആ സമയത്ത് വളരെ പിറകിൽ കിടന്നിരുന്ന NDA സഖ്യം പലയിടങ്ങളിലെയും സീറ്റുകളുടെ നിലവാരം അപ്പോൾ വന്നിരുന്നില്ല. അത് പിന്നീട് വന്ന 27 സീറ്റുകളുടെ അവസാന ഘട്ടത്തിലെ വോട്ടെണ്ണൽ റിസൾട്ട് വന്നപ്പോഴാണ്, ഇങ്ങനെയുള്ള റിസൾട്ടും ട്രെൻഡും വന്നപ്പോഴാണ് ഇങ്ങനത്തെ സൂചനയിലേക്ക് പോകുന്നത് എന്ന കാര്യം കൂടി തിരിച്ചറിയണം. ഏതായാലും ബീഹാർ ഇങ്ങനെ നിൽക്കുന്നു. മറ്റുള്ള മധ്യപ്രദേശിലെ ട്രെൻഡ് കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുകയാണെങ്കിൽ BJP 15 സീറ്റിലും കോൺഗ്രസ് 8 സീറ്റിലും മധ്യപ്രദേശിൽ ലീഡ് ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. 122ലേക്ക് വീണ്ടും അല്പം താഴ്ന്ന് ബീഹാറിൽ NDA വന്നിട്ടുണ്ട്. കേവല ഭൂരിപക്ഷത്തിന്റെ ആ നമ്പറിൽ എത്തി നിൽക്കുന്നു. 114 സീറ്റുകളുമായി MGB. ഇതിനിടയിൽ ഏറ്റവും വലിയ ശക്തിയായി LJP ഇപ്പോൾ മാറും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. LJPക്ക് എത്ര സീറ്റ് പിടിക്കാൻ പറ്റും? 6 ആണോ 7 ആണോ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. 122 സീറ്റിൽ കേവല ഭൂരിപക്ഷത്തിന്റെ മാന്ത്രിക നമ്പറിൽ നിൽക്കുകയാണ് ഇപ്പോൾ NDA. മാന്ത്രിക നമ്പർ കണ്ടു നിൽക്കുകയാണ്. 125 വരെ പോയിരുന്നു, 3 കുറഞ്ഞിപ്പോൾ 122. LJP 5 സീറ്റുകളിലാണ് മുന്നിൽ നിൽക്കുന്നത്. ഏതായാലും ഇടതുപക്ഷത്തിന്റെ 13 സീറ്റുകൾ വലിയ മുതൽക്കൂട്ടായി ദേശീയ ചർച്ചയായിട്ട് മാറും. ഇടതുപക്ഷങ്ങൾക്ക് പല സംസ്ഥാനങ്ങളിലും വേരോട്ടമുണ്ടാക്കാൻ, സജീവമായിട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത്. 123ലേക്ക് വീണ്ടും മാറിയിരിക്കുന്നു NDA. RJD 75ൽ തന്നെ നിൽക്കുന്നു. കോൺഗ്രസ് 21. ഇടതു പാർട്ടികൾ 13 സീറ്റുകൾ. MGB സഖ്യത്തിന് 112ഉം NDAക്ക് 123ഉം എന്ന രൂപത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. 123 അപ്പോഴും ഒരു സീറ്റിന്റെ ലീഡിൽ നിൽക്കുകയാണ്. ഇതൊരു ഫുട്ബോൾ മത്സരം കാണുന്ന പോലെ, വാതുവെക്കലിനോ മറ്റോ പോകാതെ ഒരു വലിയ സസ്പെൻസ് ത്രില്ലറൊക്കെ കാണുന്നത് പോലെ ബീഹാർ തെരഞ്ഞെടുപ്പിനെ കാണണം എന്നാണ് ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നത്. ചില ആളുകൾ മുട്ടയടിക്കാമെന്നും ബിരിയാണി വാങ്ങിക്കൊടുക്കാമെന്നും ഒരുപാട് മറ്റുള്ള കാര്യങ്ങളിലേക്കൊക്കെ തിരിയുന്ന പന്തയത്തിലേക്ക് പോകാതെ കണ്ട് നിങ്ങൾ ശ്രദ്ധ വയ്ക്കണം എന്ന കാര്യമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. 123 സീറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. 123 സീറ്റ് ഭദ്രമായ ഒരു സ്ഥാനത്താണ്. 122 കഴിഞ്ഞ് 123. 22 കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. അതിലേക്ക് പോകാൻ 10 സീറ്റുകളിൽ MGBക്ക് വേണം. അത് ഈ ഒരു 2.5 മണിക്കൂർ പിന്നിടുന്ന സാഹചര്യത്തിൽ അസാധ്യമായിട്ട് മാറുകയാണ്. ഇപ്പോൾ ഇനി 5 മിനിറ്റ് കഴിഞ്ഞാൽ 2.5 മണിക്കൂർ കഴിയുകയാണ്. ആദ്യഘട്ടങ്ങളിൽ തുടക്കം മുതൽ തന്നെ ആദ്യത്തെ സീറ്റിന്റെ ലീഡ് വന്നിരിക്കുന്നത് NDAക്ക് അനുകൂലമായിരുന്നു. പിന്നീട് അങ്ങോട്ട് കയറി വന്നപ്പോൾ ഇഞ്ചോടിഞ്ചെന്ന് പറഞ്ഞെങ്കിലും 2, 3, 4, 5, 8, 10 ഒക്കെയായി കൂടി വന്ന് ഒരു അരമണിക്കൂർ മുമ്പ് പോലും, അല്ലെങ്കിൽ 3/4 മണിക്കൂർ മുമ്പ് പോലും നമ്മൾ സംസാരിച്ച് അവസാനിപ്പിക്കുമ്പോൾ 125ലെത്തി. ഇനി 10-20 സീറ്റുകൾ എണ്ണാനുമുണ്ട്, റിപ്പോർട്ട് വരാനുമുണ്ട് എന്ന അർത്ഥത്തിൽ നിൽക്കുമ്പോൾ ആണ് പിരിഞ്ഞത്. ഇപ്പോൾ ഇതാ വീണ്ടും അതേ 125ൽ എത്തി നിൽക്കുന്നു ഇപ്പോൾ NDA പല പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലും ലീഡ് നിലവാരം ഉയർത്തിക്കൊണ്ടു പോകുന്നു എന്നാണ്. ഇതിന്റെ കാരണങ്ങൾ ഇനിയിപ്പോൾ ഈ വിശകലനം ഒന്നുമല്ല ഇവിടെ വേണ്ടത്. ഈ എക്സിറ്റ് പോൾ ഫലങ്ങളൊന്നും ശരിയാകണമെന്നില്ല എന്നതും ലോകത്തെവിടെയും നടക്കുന്ന
പോൾ ഫലങ്ങളിൽ ഒരു ട്രെൻഡ് വെച്ചിട്ട് പറയുന്ന കാര്യം മാത്രമാണെന്നും കൃത്യമായി മനസ്സിലാക്കാൻ, അല്ലാതെ നമ്പറുകൾ കൊണ്ട് അതിൽ കാര്യമില്ല. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ, ജയിച്ചാലും തോറ്റാലും ഇനി പറയാൻ പറ്റിയ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, മുഖ്യമന്ത്രിയായ നിതീഷ് കുമാറിന് അത്ര ജനപ്രീതിയില്ല എന്നുള്ള വിഷയം. രണ്ട്, ഒപ്പം നിന്ന BJPയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന് സംസാരിച്ച സ്ഥലങ്ങളിൽ എങ്ങനെ NDA സഖ്യം മറ്റെല്ലാം മറന്നുകൊണ്ട് ഉജ്ജ്വലമായി പ്രവേശിക്കുന്നു എന്നുള്ള തിരിച്ചറിയുമ്പോൾ പ്രധാനമന്ത്രിയുടെ വ്യക്തിപ്രഭാവം അല്പം പോലും മങ്ങിലേറ്റിട്ടില്ല എന്ന കാര്യം കൂടി തിരിച്ചറിയണം. ഒരു യുവ നേതാവ് ഇറങ്ങി വന്നിരിക്കുന്നു. ഇപ്പോൾ ഇതാ RJDയുടെ നേതാവ്. നേരത്തെ RJD എന്ന് കേൾക്കുമ്പോൾ ലാലു പ്രസാദ് യാദവിന്റെ രാഷ്ട്രീയ ജനതാദൾ എന്ന് കേൾക്കുമ്പോൾ ആളുകൾക്ക് ഒരുതരം ഗുണ്ടായുസത്തിന്റെ രൂപമായിരുന്നു, റൌഡി പശ്ചാത്തലമായിരുന്നു എന്നൊക്കെ പറയും. അതിനെ മാറ്റിമറിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് തേജസ്വി വന്നിരിക്കുന്നത്. വിദ്യാഭ്യാസം നേടണം ചെറുപ്പക്കാർ, നിങ്ങൾ രാഷ്ട്രത്തിന്റെ ഭാവിയായി മാറണം, നമുക്ക് ബീഹാറിൽ തുടങ്ങണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നതിന് ആവേശകരമായ, ഒരുപക്ഷെ ബീഹാറിൽ അടുത്ത കാലത്തൊന്നും ഒരു നേതാവിനും കിട്ടിയിട്ടില്ലാത്ത സ്വീകാര്യത തേജസ്വി യാദവിന് കിട്ടിയിരുന്നു എന്ന കാര്യം ആർക്കും തള്ളിക്കളയാൻ പറ്റില്ല. എന്നിട്ടും ഇപ്പോൾ ഒന്നാം ഘട്ടത്തിൽ ലീഡ് നിലവാരം പ്രകടിപ്പിച്ചിട്ട് ഇപ്പോൾ അങ്ങനെ പറ്റാതെ വരുന്ന സാഹചര്യത്തെക്കുറിച്ച് നമ്മളൊന്ന് വിശകലനം ചെയ്ത് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കണം. 124 നിൽക്കുന്നു, 110 നിൽക്കുന്നു എന്ന കാര്യം തിരിച്ചറിയണം. 124, 110 ഇതിങ്ങനെ മാറിയും മറിഞ്ഞും മുന്നോട്ട് പോകും. നമുക്ക് ഇപ്പോൾ വീണ്ടും 2.5 മണിക്കൂർ പിന്നിടുകയാണ്. നമ്മുടെ ഈ ഒരു റിപ്പോർട്ടിങ്ങും അത്രയും ഇടയ്ക്ക് ചെറിയൊരു ഗ്യാപ്പ് എടുത്തു എന്നുള്ളതൊഴിച്ചാൽ രാവിലെ UAE സമയം 6:30 മണിക്ക് മുമ്പ് തന്നെ നമ്മൾ ആരംഭിച്ചതാണ്. 6:15 അതിന്റെ ഇൻട്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ള കാര്യവുമായി ബന്ധപ്പെട്ട് സ്ട്രോങ് റൂം തുറക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആരംഭിച്ചതാണ്. ഇപ്പോൾ കല്ലും നെല്ലും തിരിയാവുന്ന ഘട്ടത്തിൽ എത്തി എന്നൊന്നും പറയാൻ പറ്റിയില്ലെങ്കിലും അവസാന ഘട്ട ട്രെൻഡ് എന്ന് പറയുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ വീണ്ടും 122 ആയിരിക്കുന്നു. കേവല ഭൂരിപക്ഷത്തിന്റെ അതേ നമ്പർ ആണിപ്പോൾ NDA സഖ്യത്തിനുള്ളത്. അത് മതി, 122 മതി. പിന്നെ അപ്പുറത്ത് LJP 5 സീറ്റോ 6 സീറ്റോ അല്ലെങ്കിൽ ഏറ്റവും കുറവ് 4 സീറ്റോ ആയിട്ട് വരുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ വിശകലനങ്ങളെല്ലാം പറയുന്നത്. മഹാസഖ്യത്തിന് 112 സീറ്റിലേ എത്താൻ പറ്റിയിട്ടുള്ളൂ. ആ 112ന്റെ കൂടെ ഈ LJP ഏതെങ്കിലും സാഹചര്യത്തിൽ ചേർന്നാൽ പോലും എത്തിച്ചേരുകയില്ല എന്നതാണ് ഇപ്പോൾ നിൽക്കുന്ന നിലപാട്. 3 നേതാക്കന്മാർ ചർച്ചയ്ക്ക് വരുന്ന കോൺഗ്രസിനെയും ഒരുപാട് മുന്നോട്ട് ബീഹാറിൽ ജനങ്ങൾക്കിടയിൽ അടിസ്ഥാന യാഥാർത്ഥ്യങ്ങളുമായി മുന്നോട്ട് പോകണം എന്നുള്ളത് മനസ്സിലാക്കി പോകണം എന്ന സാഹചര്യത്തെ കോൺഗ്രസ് നേരിടുന്നു എന്ന കാര്യം കൂടി ഇതിൽ വരികയാണ്. അങ്ങനെ 4 കാര്യങ്ങൾ, നേരത്തെ പലരും പ്രവചിച്ചിരുന്ന 4 കാര്യങ്ങൾ അവശേഷിക്കുന്നു. ഒന്ന്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിശക്തമായി നടത്തിയ പ്രചരണത്തിന്റെ റിസൾട്ട് NDAക്ക് വരികയാണ്. 122 ഇപ്പോൾ നിൽക്കുന്നു. 2, നിതീഷ് കുമാർ എന്ന മുഖ്യമന്ത്രി ഒരുപാട് പരാജയങ്ങൾ ഏറ്റുവാങ്ങുന്ന വിധത്തിൽ BJPയുമായിട്ട് ഇങ്ങനെ ഒരു ചങ്ങാത്തം ഇല്ലായിരുന്നെങ്കിൽ തടതൊടാൻ പറ്റാത്ത വിധത്തിൽ നാമാവശേഷമായി പോകുമായിരുന്ന നിതീഷ് കുമാറിന് ജീവശ്വാസം കിട്ടി. വെന്റിലേറ്ററിൽ കിടക്കുന്ന നിതീഷ് കുമാറിന് പുതിയ ജന്മം കിട്ടി എന്ന് വേണം. വൈറസുകൾ ഒഴിഞ്ഞു പോകുന്ന സാഹചര്യം കിട്ടിയെന്നാണ് മനസ്സിലാക്കേണ്ടത്. മധ്യപ്രദേശിൽ BJP 19, കോൺഗ്രസ് 7, മറ്റുള്ളവർ 2 എന്നിങ്ങനെ ലീഡ് ചെയ്യുകയാണ്. 28 സീറ്റുകളിലാണല്ലോ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 122 NDA നിൽക്കുമ്പോൾ 112 MGB നിൽക്കുമ്പോൾ ഇടതുപക്ഷ പാർട്ടികൾ 13 സീറ്റിൽ ലീഡ് പുലർത്തുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ചയ്ക്ക് വരേണ്ട സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ദേശീയ അടിസ്ഥാനത്തിൽ ഇടതു പാർട്ടികൾ ചർച്ച ചെയ്യേണ്ട വിഷയമുണ്ട്. തങ്ങൾക്ക് വേരോട്ടമുണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ 1, 2, 3, 4, 5 ചെയ്യേണ്ടതുണ്ടെന്ന് മനസ്സിലാക്കി ഹിന്ദി ബെൽറ്റിലേക്ക് പാഞ്ഞു കയറാൻ പറ്റിയ സാഹചര്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാൻ പറ്റിയ ഒരു സമയം കൂടിയാണിതെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. NDA ഇപ്പോഴും 122 എന്ന കേവല ഭൂരിപക്ഷ നമ്പറിൽ ഉറച്ചു നിൽക്കുന്നു കഴിഞ്ഞ 4 മിനിറ്റായിട്ട്. ഇനി ഉള്ള ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കൊണ്ട് മിക്കവാറും ഇതിന്റെ ഒരു അന്തിമ റിസൾട്ടിലേക്കുള്ള ഫൈനൽ സൂചികയിലേക്ക് പോകും എന്നതാണ്. അതിന് മുമ്പ് ഓർമ്മിപ്പിക്കട്ടെ, ECH എന്ന പ്രസ്ഥാനത്തെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞു. ഇതിന്റെ സപ്പോർട്ടറാണ്. ഇന്നത്തെ ഈ ഇലക്ഷൻ ലൈവിന്റെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നവരാണ്. ECH 1450 ദിർഹത്തിന് ഈ ട്രേഡർ ലൈസൻസ് എന്ന ലൈസൻസ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്നോ ഓഫീസിലിരുന്നോ കാറിലിരുന്നോ ഒക്കെ ഒരു ബിസിനസ് നടത്താൻ പറ്റിയ അവസരമാണ് ഒരുക്കിയിരിക്കുന്നത്. 3000 ദിർഹംസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ലോക്കൽ അറബിയുടെ പേരിൽ എടുക്കാവുന്ന ലൈസൻസുമുണ്ട്. അതിൽ 3 വിസ കോട്ടയും നിങ്ങൾക്ക് കിട്ടും. ലൈസൻസിൽ നിങ്ങളുടെ പേര് വരില്ല, അറബിയുടെ പേരിലായിരിക്കും, ലോക്കൽ സ്പോൺസറിന്റെ പേരിലായിരിക്കും ലൈസൻസ് വരിക.
1450 നിങ്ങളുടെ പേര് ലൈസൻസിൽ വരും. പക്ഷെ നിങ്ങൾക്ക് വിസ അതിനു വേണ്ടി കിട്ടുകയില്ല. ലൈസൻസ് കിട്ടും ഒരു തൊഴിൽ നടത്താൻ വേണ്ടിയുള്ള, ഒരു ബിസിനസ് നടത്താൻ വേണ്ടിയുള്ള. അതിനുവേണ്ടി ECH അൽത്തുവാർ സെന്ററിൽ പോകൂ. അവിടെ പോയിട്ട് വിളിച്ചു നോക്കേണ്ടവർ അവിടെ പോയി ചെന്നിരുന്നിട്ട് അപ്പോൾ തന്നെ സംശയങ്ങൾ ക്ലിയർ ചെയ്ത് അരമണിക്കൂർ കൊണ്ട് ലൈസൻസ് സ്വന്തമാക്കി വരാവുന്ന സാഹചര്യമാണ് ECH ഒരുക്കിയിരിക്കുന്നത്. 122 സീറ്റിൽ NDA തുടരുന്നു. 112 സീറ്റിൽ MGP തുടരുന്നു. ഇടതുപക്ഷ പാർട്ടികൾ MGPയുടെ ഭാഗമായി 12 സീറ്റിൽ ഇപ്പോൾ ലീഡ് ചെയ്യുന്നു. JDUവിന് 51, BJPക്ക് 68 എന്ന രൂപത്തിൽ മുന്നണിയിലെ സമവാക്യങ്ങൾ നിലകൊള്ളുന്നു. VIP പാർട്ടിയും HAM പാർട്ടിയും 5ഉം 1ഉം സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. അങ്ങനെയാണ് 122 എത്തിയിരിക്കുന്നത് NDA എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഇതിനിടയിൽ ചിരിച്ചുകൊണ്ട് അല്പം മാറി നിൽക്കുന്നു LJP 6 സീറ്റിന്റെ ലീഡോടുകൂടി. ആർക്കെങ്കിലും ഭൂരിപക്ഷം കിട്ടാതെ വന്നാൽ ഇതാ ഞങ്ങളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വെളുക്കെ ചിരിച്ചു നിൽക്കുന്നു LJP. തൽക്കാലം വീണ്ടും 122 സീറ്റിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു കേവല ഭൂരിപക്ഷത്തിന്റെ അരികെ NDA സഖ്യം പ്രധാനമന്ത്രിയും നിതീഷ് കുമാറും അടങ്ങുന്ന സഖ്യമെത്തി എന്ന കാര്യം ഓർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഈ തത്സമയ പരിപാടി ഏഷ്യാവിഷൻ പ്ലാറ്റ്ഫോമുകളിൽ അവസാനിപ്പിക്കുകയാണ്. മറക്കണ്ട, ഇനി ഇതുമായി ബന്ധപ്പെട്ട റിസൾട്ട് ആയിരിക്കും പറയുക. അതുവരെ ഞങ്ങൾ കൂടെ ഉണ്ടാകുന്നില്ല. ഇപ്പോൾ ഇങ്ങനെ ഒരു മുൾമുനയിൽ നിന്നുകൊണ്ട് ഇനി കുറച്ചു നേരം ഇങ്ങനെ തന്നെ പോകും. ഈ ഇക്വേഷനിൽ ചെറിയ മാറ്റങ്ങളോട് കൂടി പോകാനുള്ള സാധ്യതയെ കാണുന്നുള്ളൂ. വളരെ ചെറിയ മാറ്റമാണ് ഉണ്ടാവുക. കാരണം MGP അധികാരത്തിൽ എത്തണമെങ്കിൽ 10 സീറ്റിന്റെ ലീഡിലേക്ക് പോകണം. കഴിഞ്ഞ അരമണിക്കൂറിലധികമായിട്ട് 122 നിന്ന് ബ്രാക്കറ്റിൽ നിൽക്കുകയാണ് NDA എന്നുള്ളതാണ്. അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ എപ്പോഴും അവസാന മിനിറ്റിൽ സംഭവിക്കാവുന്ന അസ്വാഭാവികമായിട്ടുള്ള ചില മാറ്റങ്ങൾ വന്നാൽ മാത്രമേ ഇക്വേഷൻ മാറി മറിയുകയുള്ളൂ. എന്താണെങ്കിലും നമുക്ക് സ്വീകരിക്കാം. നിങ്ങളുടെ കുറിപ്പുകൾ ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിലിടൂ. ഏഷ്യാവിഷന്റെ സമ്മാനം കരസ്ഥമാക്കൂ എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. ഇത്രയും പേർ നിങ്ങളോടൊപ്പം കണ്ടിരുന്ന, കേട്ടിരുന്ന, ഷെയർ ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിക്കുന്നു. നന്ദി.